ഹായ് ഫ്രണ്ട്സ്, മസാല ഫ്ലെയിംസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു മീൻകറിയുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. മീൻകറി എന്ന് പറഞ്ഞാൽ മത്തി കൊണ്ടുള്ളൊരു മീൻകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതെല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ എൻ്റെ ചാനലിനെ കുറിച്ച് പറയുക. അപ്പോൾ ശരി, നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ അടുക്കളയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് മത്തിക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീൻകറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ചെറിയ ഉള്ളി 12 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 5 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില 5-6 തണ്ട്, ഇഞ്ചി ചെറിയൊരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം നെടുകെ പിളർന്നത്, കുടംപുളി ചെറിയ 2 കഷ്ണം, മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 2 ചെറിയ തക്കാളി മിക്സിയിൽ അടിച്ചത്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. മത്തി 10 എണ്ണം. നമുക്ക് അടുപ്പിലേക്കൊരു ചട്ടി എടുത്തു വെച്ച് അത് നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മൂത്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാവൂ. അതിനുശേഷം ഉള്ളിയും പച്ചമുളകും നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയാൽ മതി, അല്ലാതെ നല്ലതുപോലെ മൂക്കുകയൊന്നും ചെയ്യരുത്. അതിൻ്റെ ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ചായിട്ട് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന ആ സമയം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ചെറുതായിട്ടൊന്ന് അതിലേക്ക് ഇട്ട് ഇളക്കുക. പെട്ടെന്ന് തന്നെ അധികം ചൂടിൽ വെക്കരുത്. പെട്ടെന്ന് തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് കരിയരുത്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഒന്നിൽ തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ തീ കുറച്ച് വെക്കുക. ഇതിലേക്ക് നമുക്ക് തക്കാളി അരച്ച് വെച്ചതും കൂടി ചേർത്ത് മൂപ്പിക്കാം. അരപ്പ് നല്ലതുപോലെ തക്കാളി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മൂപ്പിക്കണം. അരപ്പ് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് അരപ്പും വീണ്ടും മൂപ്പിച്ചെടുക്കുക. അരപ്പ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പം നമുക്ക് അതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പുളി എടുത്ത് അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ആ അരപ്പും വെള്ളവും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അത് നല്ലതുപോലെ അരപ്പും വെള്ളവും നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മീനൊക്കെ ഇട്ടതിന് ശേഷം ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ തിളയ്ക്കാൻ വെക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി മീനിട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് അത് ഇളക്കാം. ഇളക്കി ആ മീനെല്ലാം ആ കറിയിലാക്കാം. കറിക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വെള്ളമില്ലെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കത് നല്ലതുപോലെ വേകാൻ വെക്കാം. ഒരു 15 മിനിറ്റ് അങ്ങനെ അടുപ്പിൽ വെക്കുക. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബാക്കിയിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റും കൂടി വെച്ച് വേവിക്കുക. മീൻ ഇട്ടതിന് ശേഷം മൊത്തത്തിൽ ഒരു 20 മിനിറ്റാണ് വേവിക്കേണ്ടത്. അപ്പം 15 മിനിറ്റ് കറിവേപ്പില ഇടുന്നതിന് മുമ്പും കറിവേപ്പില ഇട്ടതിന് ശേഷം 5 മിനിറ്റുമാണ് നമ്മൾ വെച്ചേക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 20 മിനിറ്റാണ് മീൻ ഇട്ടതിന് ശേഷം നമ്മൾ വെക്കുന്നത്. ആ 20 മിനിറ്റിന് ശേഷം കറി ഏകദേശം നല്ലതുപോലെ റെഡിയായിരിക്കും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.